വൻ നാടകീയ സംഭവങ്ങളാണ് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ നടന്നത്. പ്രതിപക്ഷത്തിനെ വകവയ്ക്കാതെ നിരവധി ബില്ലുകളാണ് ഇത്തവണ കേന്ദ്രം പാസാക്കിയത്. വിവാദമായ VBG റാംജി ബില്ലും ശാന്തി ബില്ലുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒറ്റ കമ്മീഷന് കീഴിൽ കൊണ്ടുവരുവാനുള്ള വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, ആണവ മേഖലയെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ബിൽ, തൊഴിലുറപ്പ് പദ്ധതിക്ക് ബദൽ അവതരിപ്പിക്കുന്ന ബിൽ, നിയമങ്ങളിലെ വ്യവസ്ഥകൾ പിൻവലിക്കാനും ഭേദഗതി ചെയ്യുവാനുമുള്ള ബിൽ തുടങ്ങിയവയാണ് കേന്ദ്ര സർക്കാർ സപ്ലിമെന്ററി ലിസ്റ്റിലൂടെ തിരക്കിട്ട് കൊണ്ടുവന്നത്. പക്ഷേ കേന്ദ്രം നമുക്കുള്ള ഓരോ ആണിയടിക്കുമ്പോഴും കോൺഗ്രസ് എന്ന പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല BJPയിൽ നിന്നും ഓടി ഒളിക്കുക കൂടിയാണ്. പാർലമെന്റിൽ BJPയുടെ ഏകാധിപത്യത്തിനെതിരെ ഉറക്കെ സംസാരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ടൂർ പോയത് അവിചാരിതമാണ് എന്ന ധാരണ തീർത്തും തെറ്റാണ്. രാജ്യത്ത് ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ജർമ്മനിയിൽ പോയി BMW ബൈക്ക് ഓടിക്കുകയും അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തത് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇതിനു പുറമെ കേന്ദ്രം നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് സത്യത്തിൽ ഏതു പക്ഷമാണ് എന്നതുപോലും ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്നത് CPIM മാത്രമാണ്. മോദിയുടെ കുരുട്ടു നീക്കങ്ങൾ ഓരോ സാധാരണക്കാരനും തിരിച്ചടിയാണെന്ന് ഉറക്കെ പറയാൻ ഇടതിന്റെ എംപിമാർ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP BJPക്കെതിരെയും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തുറന്നു കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒളിച്ചുകളി തുറന്നു കാണിക്കുന്ന ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട്. K രാധാകൃഷ്ണൻ, A റഹീം, V ശിവദാസൻ തുടങ്ങിയ എംപിമാരും SIR ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മോദിയുടെ തിട്ടൂരങ്ങളെ ഭയക്കാതെ എന്നും ശബ്ദമുയർത്താൻ ഇടതിന്റെ എംപിമാർ മാത്രമേ ഉള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.